JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാകുകയുള്ളൂ. 2025 PSC പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What is the reason for clogging of the file? What is the reason for clogging of the file? അതായത് ഫയൽ അടഞ്ഞു പോകുന്നതിനുള്ള കാരണം എന്താണ്? 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഫില്ലിംഗ് വിത്ത് എക്സസ് പ്രഷർ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ക്ലോഗിംഗ് ഓഫ് ദ ഫയൽ? ഫില്ലിംഗ് വിത്ത് എക്സസ് പ്രഷർ. അടുത്ത ക്വസ്റ്റ്യൻ. The cutting angle of straight snip is dash. അതായത് ഈ സ്ട്രേറ്റ് സ്നിപ്പിന്റെ മുറിക്കൽ കോൺ ഡാഷ് ആണ്. കട്ടിംഗ് കോണ് ഡാഷ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ദ കട്ടിംഗ് ആംഗിൾ ഓഫ് സ്ട്രേറ്റ് സ്നിപ്പ് ഈസ് ഡാഷ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 87 ഡിഗ്രി, 87 ഡിഗ്രി ആണ് കറക്റ്റ് ആൻസർ. ദ കട്ടിംഗ് ആംഗിൾ ഓഫ് സ്ട്രേറ്റ് സ്നിപ്പ് ഈസ് 87 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ. ദ പിച്ച് ഡിസ്റ്റൻസ് ഓഫ് എ കോഴ്സ് പിച്ച് ഹാക്സോ ബ്ലേഡ് ഈസ് ഡാഷ്. അതായത് ഈ ഒരു പരുക്കൻ പിച്ച് ഹാക്സോ ബ്ലേഡിന്റെ പിച്ച് ദൂരം ഡാഷ് ആണ്. അതായത് ദ പിച്ച് ഡിസ്റ്റൻസ് ഓഫ് എ കോഴ്സ് പിച്ച് ഹാക്സോ ബ്ലേഡ് ഈസ് ഡാഷ്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. 1.8 mm ആണ്. 1.8 mm. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ കട്ടിംഗ് നോസിൽ ഫ്രം ദ ടോപ്പ് സർഫേസ് ഓഫ് ദ പ്ലേറ്റ് ടു ബി കട്ട്? അതായത് മുറിക്കേണ്ട പ്ലേറ്റിന്റെ മുകൾ ഭാഗത്തു നിന്നും കട്ടിംഗ് പാനലിന്റെ അഗ്രം തമ്മിലുള്ള ദൂരം എത്രയായിരിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ദൂരമായിരിക്കണം? ശരിയായ ഓപ്ഷൻസ് 4 ഉണ്ട്. അതിനകത്ത് ഏതാണ് ശരിയായിട്ടോ ഉള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ശരിയായിട്ടുള്ള ഏതാണ്? മുറിക്കേണ്ട പ്ലേറ്റിന്റെ മുകൾ ഭാഗത്തു നിന്നും കട്ടിംഗ് പ്രനാലിന്റെ അഗ്രം വരെയുള്ള ദൂരം എത്രയായിരിക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഷുഡ് ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ കട്ടിംഗ് നോസിൽ ഫ്രം ദ ടോപ്പ് സർഫേസ് ഓഫ് ദ പ്ലേറ്റ് ടു ബി കട്ട്? എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. 5 mm ആണല്ലേ. 5 mm. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഗ്യാസ് കട്ടിംഗ് സൈസ് ഓഫ് ടിപ്പ് ഈസ് സെലക്ടഡ് ഫോർ കട്ടിംഗ് ഓഫ് 8 mm തിക്ക് മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ഈസ് ഡാഷ്. അതായത് ഗ്യാസ് കട്ടിങ്ങിൽ 8 മില്ലിമീറ്റർ കട്ടിയുള്ള മൈൽഡ് സ്റ്റീൽ മുറിക്കുന്നതിന് ടിപ്പിന്റെ വലിപ്പം തിരഞ്ഞെടുക്കുന്ന പ്ലേറ്റ് ഡാഷ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം? ഇൻ ഗ്യാസ് കട്ടിംഗ് സൈസ് ഓഫ് ടിപ്പ് ഈസ് സെലക്ടഡ് ഫോർ കട്ടിംഗ് ഓഫ് 8 mm തിക്ക് മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 1.2 mm. 1.2 mm. അടുത്ത ക്വസ്റ്റ്യൻ. Which is the method to control backfire while welding? അതായത് ഈ വെൽഡിംഗ് സമയത്ത് ബാക്ക് ഫയർ നിയന്ത്രിക്കാനുള്ള രീതി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെൽഡിംഗ് സമയത്ത് ബാക്ക് ഫയർ നിയന്ത്രിക്കാനുള്ള രീതി എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ക്ലോസ് ദ ഓക്സിജൻ കൺട്രോൾ വാൽവ് ഫസ്റ്റ്. ക്ലോസ് ദ ഓക്സിജൻ കൺട്രോൾ വാൽവ് ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The temperature producing neutral flame is dash. അതായത് ന്യൂട്രൽ ജ്വാല ഉൽപ്പാദിപ്പിക്കുന്ന താപനില ഡാഷ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. 3200 ഡിഗ്രി, 3200 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ. A backfire is caused when the gas pressure setting is dash. അതായത് വാതക മർദ്ദം ഡാഷ് ആകുമ്പോഴാണ് ബാക്ക് ഫയർ ഉണ്ടാകുന്നത്. എത്രയാകുമ്പോഴാണ്? ബാക്ക് ഫയർ ഈസ് കോസ്ഡ് വെൻ ദ ഗ്യാസ് പ്രഷർ സെറ്റിംഗ് ഈസ് എ ഡാഷ്. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ലോ ആകുമ്പോഴാണ് അല്ലേ. വാതകമർദ്ദം ലോ ആകുമ്പോഴാണ്
ബ്ലാക്ക് ഫയർ ഉണ്ടാകുന്നത്. എ ബാക്ക് ഫയർ ഈസ് കോസ്ഡ് വെൻ ദ ഗ്യാസ് പ്രഷർ സെറ്റിംഗ് ഈസ് ലോ. അടുത്ത ക്വസ്റ്റ്യൻ. Name the type of flame used for welding of cast iron is dash. അതായത് കാസ്റ്റ് ഇരുമ്പ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ജ്വാലയുടെ തരം ഡാഷ് എന്ന് പറയുക. ഏതാണ്? Name the type of flame used for welding of cast iron is ന്യൂട്രൽ ഫ്ലെയിം ആണ് അല്ലെ. ന്യൂട്രൽ ഫ്ലെയിം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ന്യൂട്രൽ ഫ്ലെയിം. അടുത്ത ക്വസ്റ്റ്യൻ. The greatest amount of heat produced in an oxyacetylene flame at. അതായത് ഈ ഒരു ഓക്സി അസറ്റലിൻ ജ്വാലയിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലം ഡാഷ് ആണ്. The greatest amount of heat produced in an oxyacetylene flame at dash. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. ജസ്റ്റ് ahead of inner cone. Just ahead of inner cone. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following gas flame combination has the lowest temperature? അതായത് താഴെ പറയുന്നവയിൽ ഏത് വാതക ജ്വാല സംയോജനത്തിനാണ് ഏറ്റവും കുറഞ്ഞ താപനിലയുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഓക്സികോൾ ഗ്യാസ്. ഓക്സികോൾ ഗ്യാസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The porous substance packed inside the acetylene cylinder is dash. അതായത് ഈ അസറ്റ്ലീൻ സിലിണ്ടറിനുള്ളിൽ പാക്ക് ചെയ്തിരിക്കുന്ന സുഷിരങ്ങളുള്ള പദാർത്ഥം ഡാഷ് ആണ്. The porous substance packed inside the acetylene cylinder is dash. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ലോങ് ഫൈബർ അപ്സ്റ്റേഴ്സ്. ലോങ് ഫൈബർ അപ്സ്റ്റേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡെൻസിറ്റി ഓഫ് കാൽസ്യം കാർബൈഡ് ഈസ് ഡാഷ്. ഡെൻസിറ്റി ഓഫ് കാൽസ്യം കാർബൈഡ് ഈസ് ഡാഷ്. അതായത് ഈ കാൽസ്യം കാർബൈഡിന്റെ സാന്ദ്രത ഡാഷ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഡെൻസിറ്റി ഓഫ് കാൽസ്യം കാർബൈഡ് ഈസ് ഡാഷ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 2.22 to 2.26 g/cc ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In acetylene gas purifier first compartment contains. അതായത് അസറ്റ്ലീൻ ഗ്യാസ് പ്യൂരിഫയറിൽ ആദ്യത്തെ കമ്പാർട്ട്മെന്റിൽ ഡാഷ് അടങ്ങിയിരിക്കുന്നു. എന്താണ് അടങ്ങിയിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഏതാണ്? പ്യൂമൈസ് സ്റ്റോൺ അല്ലേ. പ്യൂമൈസ് സ്റ്റോൺ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. How many liters of gas can produce 1 kg of liquid oxygen? അതായത് എത്ര ലിറ്റർ വാതകത്തിന് 1 കിലോ ദ്രാവക ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? How many liters of gas can produce 1 kg of liquid oxygen? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 750 ലിറ്റേഴ്സ്. 750 ലിറ്റേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The most widely used oxyacetylene gas welding technique is dash. അതായത് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഓക്സി അസറ്റ്ലീൻ ഗ്യാസ് വെൽഡിങ്ങിന് സാങ്കേതിക വിദ്യ ഡാഷ് ആണ്. The most widely used oxyacetylene gas welding technique is ഡാഷ്. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്ക് ആണല്ലേ. ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. The permissible value of reinforcement in groove and fillet welds is dash. അതായത് ഈ ഗ്രൂവ് ഫില്ലറ്റ് വെൽഡുകളിൽ അനുവദനീയമായ ബലപ്പെടുത്തൽ മൂല്യം ഡാഷ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചു. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. T/10 ആണ്. T/10. അടുത്ത ക്വസ്റ്റ്യൻ. The fuse plug fitted in the dissolved acetylene cylinder base will melt at a temperature of dash. അതായത് ഈ ലയിച്ച അസറ്റ്ലീൻ സിലിണ്ടർ ബേസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫ്യൂസ് പ്ലഗ് ഡാഷ് താപനിലയിൽ ഉരുകും. ഏത് താപനിലയിലാണ് ഉരുകുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. 100 ഡിഗ്രി സെൽഷ്യസിലാണല്ലേ. The fuse plug
fitted in the dissolved acetylene cylinder base will melt at a temperature of 100 degree Celsius. അടുത്ത question. The function of injector in low pressure low blow pipe is dash. അതായത് ഈ താഴ്ന്ന മർദ്ദത്തിലുള്ള ബ്ലോ പൈപ്പില് ഇഞ്ചക്ടറിന്റെ പ്രവർത്തനം ഡാഷ് ആണ്. ഇഞ്ചക്ടറിന്റെ പ്രവർത്തനം ഡാഷ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഹൈ പ്രഷർ ഓക്സിജൻ ഡ്രോസ് ലോ പ്രഷർ അസറ്റ്ലീൻ ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് വെലോസിറ്റി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The function of filler rod in gas welding is dash. അതായത് ഗ്യാസ് വെൽഡിങ്ങില് ഫില്ലർ റോഡിന്റെ പ്രവർത്തനം ഡാഷ് ആണ്. എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. ടു ഒബ്ടൈൻ പ്രോപ്പർ സൈസ് ഓഫ് വെൽഡ് ആൻഡ് ടു ആഡ് അഡീഷണൽ എലിമെന്റ്സ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. ദ ഫംഗ്ഷൻ ഓഫ് ഫില്ലർ rod in gas welding is to obtain proper size of weld and to add additional elements. അടുത്ത question. Submerged ARC welding flux is non-conductive when it is dash. അതായത് വെള്ളത്തിൽ മുങ്ങിയ ARC welding flux ഡാഷ് ആയിരിക്കുമ്പോൾ ചാലകമല്ല. ഏതായിരിക്കുമ്പോഴാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. കൂൾ. സബ്മർജ്ഡ് ARC welding flux is non-conductive when it is cool. അടുത്ത ക്വസ്റ്റ്യൻ. What should be the gap between the parts to be joined in submerged ARC welding? അതായത് സബ്മർജ്ഡ് ARC വെൽഡിങ്ങില് യോജിപ്പിക്കേണ്ട ഭാഗങ്ങൾക്കിടയിലുള്ള വിടവ് എന്തായിരിക്കണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 0.8 mm. 0.8 mm. അടുത്ത ക്വസ്റ്റ്യൻ. When thermit welding of copper conductors with the process employs a semi-permanent crucible mold which is made of. അതായത് ഈ ചെമ്പ് കണ്ടക്ടറുകളുടെ തെർമിറ്റ് വെൽഡിംഗ് നടത്തുമ്പോൾ സെമി പെർമനന്റ് ക്രൂസിബിൾ മോൾഡ് ഉപയോഗിക്കുന്നു. അത് ഏത് മൂലമാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് മൂലമാണ് നിർമ്മിച്ചിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. ഗ്രാഫൈറ്റ് മൂലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The thermit mixture contains. അതായത് ഈ തെർമിറ്റ് മിശ്രിതത്തില് ഡാഷ് അടങ്ങിയിരിക്കുന്നു. അതിന്റെ അകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നത്? തെർമിറ്റ് മിക്സ്ചർ കണ്ടെയ്ൻസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. 5 parts of aluminum and 8 parts of iron oxide. The thermit mixture contains 5 parts of aluminum and 8 parts of iron oxide. അടുത്ത ക്വസ്റ്റ്യൻ. In which position electroslag welding generally done? അതായത് ഈ ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങിൽ സാധാരണയായി ഏത് സ്ഥാനത്താണ്? ഇൻ വിച്ച് പൊസിഷൻ ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് ജനറലി ഡൺ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. വെർട്ടിക്കൽ ആണല്ലേ. വെർട്ടിക്കൽ. ഇൻ വെർട്ടിക്കൽ പൊസിഷൻ ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് ജനറലി ഡൺ. അടുത്ത ഇൻ ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് ഇലക്ട്രോഡ് ഗൈഡഡ് ട്യൂബ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. അതായത് ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങില് ഇലക്ട്രോഡ് ഗൈഡഡ് ട്യൂബ് ഡാഷ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഏതുകൊണ്ടാണ് നിർമ്മിച്ചത്? ഇൻ ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് ഇലക്ട്രോഡ് ഗൈഡഡ് ട്യൂബ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ബെറിലിയം കോപ്പർ അലോയി കൊണ്ടാണ് നിർമ്മിച്ചതാണ് അല്ലേ. ബെറിലിയം കോപ്പർ അലോയി. ഇൻ ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് ഇലക്ട്രോഡ് ഗൈഡഡ് ട്യൂബ് മെയ്ഡ് അപ്പ് ഓഫ് ബെറിലിയം കോപ്പർ അലോയി. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രിക്ഷൻ വെൽഡിംഗ് ഈസ് എ ഡാഷ്. അതായത് ഈ ഫ്രിക്ഷൻ വെൽഡിംഗ് എന്നത് ഡാഷ് ആണ്. എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ആണ് അല്ലേ. ഫ്രിക്ഷൻ വെൽഡിംഗ് ഈസ് എ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. മെറ്റൽ ദാറ്റ് cannot be welded by the friction welding is ഡാഷ്. അതായത് കർഷണ വെൽഡിങ്ങിലൂടെ വെൽഡിംഗ് ചെയ്യാൻ കഴിയാത്ത ലോഹം ഡാഷ് ആണ്. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ ഡി ആണല്ലേ, കാസ്റ്റ് അയൺ ആണല്ലേ. മെറ്റൽ ദാറ്റ് കനോട്ട് ബി വെൽഡഡ് ബൈ ദ ഫ്രിക്ഷൻ വെൽഡിംഗ് ഈസ് കാസ്റ്റ് അയൺ. അടുത്ത ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ മോസ്റ്റ് widely used gas laser is ഡാഷ്. അതായത് ഈ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഗ്യാസ് ലേസറുകളിൽ ഒന്ന് ഡാഷ് ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, CO2 ആണല്ലേ, CO2. വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഗ്യാസ് ലേസർ ഈസ് CO2. അടുത്ത ക്വസ്റ്റ്യൻ. Which type of welding the workpiece is melted and joined by narrow beam of intense monochromatic light? അതായത് ഏതു തരം വെൽഡിങ്ങിലൂടെയാണ് വർക്ക് പീസിനെ ഉരുക്കി തീവ്രമായ മോണോക്രോമാറ്റിക് പ്രകാശത്തിന്റെ ഇടുങ്ങിയ ബീം ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ലേസർ ബീം ആണ് കറക്റ്റ് ആൻസർ. ലേസർ ബീം. അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് റേഞ്ചസ് ഫ്രം ഡാഷ്. അതായത് ഈ ഇലക്ട്രോൺ ബീം വെൽഡിംഗിൽ ഇലക്ട്രോണുകളുടെ വേഗത ഡാഷ് മുതൽ വ്യത്യാസപ്പെടുന്നു. ഏതു മുതലാണ് വ്യത്യാസപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. ഏതാണ്? 48,000 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ് ടു 1,92,000 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In EBW, electron beam can be directed either downwards or deflected in any other direction within the vacuum chamber using dash. അതായത് EBW-യിൽ ഡാഷ് ഉപയോഗിച്ച് വാക്വം ചേംബറിനുള്ളിൽ ഇലക്ട്രോൺ ബീം താഴേക്കോ വ്യതിചലിപ്പിക്കാനോ കഴിയും. ഏതുപയോഗിച്ചാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, ഡിഫ്ലക്ഷൻ കോയിൽ ഉപയോഗിച്ചാണല്ലേ, ഡിഫ്ലക്ഷൻ കോയിൽ. അടുത്ത ക്വസ്റ്റ്യൻ. റൊട്ടേറ്റിംഗ് വീൽസ് ആർ യൂസ്ഡ് ആസ് ഇലക്ട്രോഡ്സ് ഇൻ ദിസ് റെസിസ്റ്റൻസ് വെൽഡിംഗ് ഈസ് ഡാഷ്. അതായത് ഈ പ്രതിരോധ വെൽഡിംഗിൽ ഇലക്ട്രോഡുകളുമായി കറങ്ങുന്ന ചക്രങ്ങൾ ഉപയോഗിക്കുന്നു. ഡാഷ്. എന്താണ് ഉപയോഗിക്കുന്നത്? റൊട്ടേറ്റിംഗ് വീൽസ് ആർ യൂസ്ഡ് ആസ് ഇലക്ട്രോഡ്സ് ഇൻ ദിസ് റെസിസ്റ്റൻസ് വെൽഡിംഗ് ഈസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സീം ആണല്ലേ, സീം. റൊട്ടേറ്റിംഗ് വീൽസ് ആർ യൂസ്ഡ് ആസ് ഇലക്ട്രോഡ്സ് ഇൻ ദിസ് റെസിസ്റ്റൻസ് വെൽഡിംഗ് ഈസ് സീം. അടുത്ത ക്വസ്റ്റ്യൻ. What is the angle of the offset tip electrode used in spot welding? അതായത് സ്പോട്ട് വെൽഡിംഗിൽ ഉപയോഗിക്കുന്ന ഓഫ്സെറ്റ് ടിപ്പ് ഇലക്ട്രോഡിന്റെ കോൺ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, 30 ഡിഗ്രി ആണല്ലേ. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഓഫ്സെറ്റ് ടിപ്പ് ഇലക്ട്രോഡ് യൂസ്ഡ് ഇൻ സ്പോട്ട് വെൽഡിംഗ്? 30 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ. Which method of resistance welding is used to attach the fasteners with the structural member? അതായത് ഈ ഘടനാപരമായ അംഗവുമായി ഫാസ്റ്റനറുകൾ ഘടിപ്പിക്കാൻ ഏത് രീതിയിലുള്ള റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ് ഉപയോഗിക്കുന്നത്? ഏത് തരമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, പ്രൊജക്ഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, പ്രൊജക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. നിക്ക് ബ്രേക്ക് ടെസ്റ്റ് ഈസ് ഡൺ ടു ഫൈൻഡ് ഡാഷ്. അതായത് ഡാഷ് കണ്ടെത്താൻ നിക്ക് ബ്രേക്ക് ടെസ്റ്റ് നടത്തുന്നു. എന്ത് കണ്ടെത്താനാണ് ഡിക്ക് ബ്രേക്ക് ടെസ്റ്റ് നടത്തുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, സ്ലാഗ് ഇൻക്ലൂഷൻ. നിക്ക് ബ്രേക്ക് ടെസ്റ്റ് ഈസ് ഡൺ ടു ഫൈൻഡ് സ്ലാഗ് ഇൻക്ലൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. സ്പെഷ്യൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഈസ് ഡാഷ്. അതായത് പ്രത്യേക നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഡാഷ് ആണ്. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, മാഗ്നെറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ്. മാഗ്നെറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ മെറ്റൽ റെസിസ്റ്റ് പെനിട്രേഷൻ, വാട്ട് പ്രോപ്പർട്ടി ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? അതായത് ഒരു ലോഹ തുളച്ചു കയറ്റത്തെ പ്രതിരോധിക്കുന്നു. അത് ഏത് ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ, ഹാർഡ്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. എ മെറ്റൽ റെസിസ്റ്റ് പെനിട്രേഷൻ, വാട്ട് പ്രോപ്പർട്ടി ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? ഹാർഡ്നെസ്. അടുത്ത ക്വസ്റ്റ്യൻ. What is the code number given for pressure vessel manufacturing inclusively for steel and steel alloy? അതായത്
ഈ സ്റ്റീലും സ്റ്റീൽ അലോയും എന്നിവയ്ക്ക് മാത്രമായി പ്രഷർ വെൽഡിങ് വെസൽ നിർമ്മാണത്തിന് നൽകിയിരിക്കുന്ന കോഡ് നമ്പർ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, P1 to P11. P1 to P11. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റ്സ് ആർ കണ്ടക്ടഡ് ബൈ WPS ടു ടെസ്റ്റ് വെൽഡേഴ്സ് പെർഫോമൻസ്? അതായത് വെൽഡറുടെ പ്രകടനം പരിശോധിക്കുന്നതിനായിട്ട് WPS ഏത് തരം പരിശോധനകളാണ് നടത്തുന്നത്? ഏത് തരം പരിശോധനകളാണ് നടത്തുന്നത്? ഓപ്ഷൻ എ ആണല്ലേ, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണ് നടത്തുന്നത് അല്ലെ, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് കറണ്ട് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ പ്ലാസ്മ ARC കട്ടിംഗ് പ്രോസസ്സ്? പ്ലാസ്മ ARC കട്ടിംഗ് പ്രക്രിയയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വൈദ്യുതധാര ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ, DCEN ആണ് ഉപയോഗിക്കുന്നത് അല്ലെ, DCEN. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.